ചെയ്യുന്ന ഞങ്ങൾ ഒട്ടും കരുതിയതല്ല. നമ്രത ഇവിടുന്ന് പോയതിനു ശേഷം അദ്ദേഹം ആകെ തകർന്നിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല. അവൻ ഒട്ടും നല്ലവനല്ല. നല്ലവനായിരുന്നെങ്കിൽ അവളെ ഞങ്ങൾ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തേനെ. പക്ഷേ നമ്രത ഇപ്പൊ അത് മനസ്സിലാക്കുന്ന അവസ്ഥയിലല്ല. ശരി, നീ എപ്പോഴാ വരുന്നേന്ന് വെച്ചവാ. അല്പി സംഭാരം കുടിക്ക് ചേച്ചി. ചേച്ചിയും സാറും ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാ എങ്ങനെയാ? നമ്രത കുട്ടിയായിരിക്കുമ്പോ മുതൽ നീ ഈ വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ? അവളെ വളർത്തുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ? നമ്രത തീർച്ചയായും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. കുറച്ച് സംഭാരം കുടിക്കേച്ചി. സംഭവിച്ച അപമാനം കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. ആർക്കും എന്റെ മുഖം പോലും കാണിക്കാൻ പറ്റില്ല. അവളെ പുറത്തുള്ള പ്രാന്ത് പിടിച്ച സ്നേഹം കൊണ്ട് അവളെ മറക്കാൻ സാധിക്കാതെ വേദനിച്ചു കൊണ്ടിരുന്നു. വിഷമിച്ചു. ഇത് ജീവിക്കണമെന്ന് ഞാൻ ജീവിക്കുകയായിരുന്നു. ചേട്ടാ, നമ്രത, ഞാൻ എത്രയോ പറഞ്ഞു നോക്കി, വരാൻ പറ്റില്ലെന്ന് എൻ്റെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. നമ്രത ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ല ചേട്ടാ. നമ്രത എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തും. എനിക്ക് ആ വിശ്വാസമുണ്ട്. മാധവൻ സാർ, മാധവൻ സാർ, നിങ്ങളുടെ മകള് നിങ്ങൾ കാരണം ജീവൻ അപകടമുണ്ടെന്ന് റിട്ടേണിലൊരു കംപ്ലൈന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എടാ, ലെഫ്റ്റ് കുറച്ച് വലിച്ചേ. ആ ശരി, കുറച്ചുകൂടി ലെഫ്റ്റിലോട്ട്. ആ ഓക്കെ, അത് മതി. എടാ പ്രകാശ്, കുറച്ച് വലിക്കത്. ആരാടാ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഡാടാ എടുത്ത് മാറ്റിക്കേ. ആദ്യം ഇതൊക്കെ എടുത്ത് മാറ്റാൻ. ഡാടാ നിന്റെ വീട്ടിനകത്താണോടാ ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവില്ല. എടുത്ത് മാറ്റണ പറഞ്ഞത്. സെക്യൂരിറ്റി പറയുന്നാ മതി കേട്ടല്ലോ. ഡാ എന്റെ മുതലാളിക്ക് അങ്ങനെ അറിഞ്ഞ എന്താ സംഭവിക്കാൻ? ഞങ്ങളെ മൂക്കി കയറ്റോ? പോയി വിളിക്കാടാ. ഇപ്പൊ തന്നെ ഞാൻ എന്റെ മുതലാളി വിളിക്കാം. ആ പോയി വിളിച്ചോണ്ടാ. നീ അത് കേട്ടാ നോക്കേ. എടുത്തു മാറ്റാൻ ചുമ്മാ കിടന്ന് ചലിക്കാതെ പോടാ. ഒന്നുകൂടെ നിന്നേ. അയ്യോ, എന്താ പറ്റിയെന്ന് പറ. അവിടെ നിക്ക്. ഇതുപോലെ അവൻ എന്നെ വേദനിപ്പിച്ചു കൊണ്ടേയിരുന്നു. നാട്ടിലുള്ള എല്ലാവരുടെ മുമ്പിലും ഗൗരവമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ വലിച്ചഴിച്ച് റോഡിലിട്ടു. ഞാൻ ഏത് ഗൗരവത്തിനു വേണ്ടി ജീവിച്ചിരുന്നോ ആ ഗൗരവം എന്നെ വിട്ട് അകലുകയായിരുന്നു. എന്നെയും എന്റെ മകളെയും അകറ്റിവെച്ചു. അത് മാധവൻ ചേട്ടനല്ലേ? അതെ. അയാളെന്താ ഇങ്ങനെ ഭ്രാന്തനെ പോലെ അലർന്നത്? മോള് ഓടിപ്പോയതല്ലേ? വട്ട എന്നാ തോന്നുന്നത്. അവൻ എന്താ ചെയ്യാൻ? അവനെ എന്ത് ചെയ്താ എന്റെ മകൾ എന്റെ അടുത്ത് തിരിച്ചു വരും? ഞാൻ എപ്പോഴാ എല്ലാവരുടെ മുൻപിലും തല ഉയർത്തി നടക്കാൻ പറ്റും? ഇതുപോലെ പ്രശ്നങ്ങൾ എന്നെ മാനസികമായി തകർക്കുകയായിരുന്നു. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. ആ പയ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഈ നാട്ടുകാരെ മൊത്തം അറിയിച്ച് ഈ കല്യാണം നടത്തി നമ്മൾ അപമാനിക്കാൻ നോക്കുകയാണ്. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. വെറുതെ ഇങ്ങനെ വീട്ടിൽ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾ തോറ്റുപോയെന്നാണ് മറ്റുള്ളവരെല്ലാം വിചാരിക്കുന്നത്.
മാർക്കറ്റ് ചെയർമാൻ എന്നുള്ള പദവിക്ക് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. താങ്കൾ വരികയാണെങ്കിൽ ഞങ്ങൾക്കത് നല്ല ധൈര്യമായിരിക്കും. മോളെ എങ്ങനെ കൂട്ടിക്കൊണ്ട് വരേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ആ വിഷയം ഞങ്ങൾക്ക് വിട്ടേരെ, ഞങ്ങൾ നോക്കിക്കോളാം. മാർക്കറ്റ് ചെയർമാനെ നിങ്ങൾ വേറെ ആരെങ്കിലും വെക്കണം. ഞാൻ വേറൊരു പണിയിൽ കുറച്ച് ബിസി ആയിരിക്കുക. ഈ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അത്ര നല്ലതല്ല മാധവൻ സാറേ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം സാർ. നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. അനിയന്റെ അടുത്ത് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് അയക്കാം. സ്വന്തം മോളോട് ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ശാരീരികമായുള്ള അദ്ദേഹത്തിന്റെ വേദനയെ കുറയ്ക്കാൻ പറ്റുമെന്നല്ലാതെ മാനസികമായ അദ്ദേഹത്തിന്റെ വേദനയെ ഈ ക്ഷണം നിങ്ങളുടെ ചേട്ടന്റെ ജീവൻ നമ്രതയുടെ കയ്യിലാണുള്ളത്. നിങ്ങളുടെ ചേട്ടന്റെ ജീവൻ വേണമെങ്കിൽ നമ്രതയെ വിളിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തോട് സ്നേഹത്തോട് സംസാരിപ്പിക്കണം. ഇത്രയും സ്നേഹമുള്ള അച്ഛനെ എന്തുകൊണ്ട് അവൾ വെറുത്തു എന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. ടേക്ക് കെയർ. അമൃത, അമൃത, അമൃത. ചേട്ടാ, ചേട്ടാ, നിങ്ങൾ എന്തിനാ ചേട്ടാ വെറുതെ അവളെ പറ്റി തന്നെ ആലോചിച്ച് ഇങ്ങനെ ഉരുകുന്നത്? അവള് ചെയ്ത തെറ്റിന് ചേട്ടൻ തന്നെ ശിക്ഷിക്കുന്ന എന്തിനാ? ചേട്ടാ, ചേട്ടൻ എങ്ങനെ ഇരുന്നെങ്കിൽ ചേട്ടനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ സ്ഥിതി എന്താവെന്ന് ആലോചിച്ചോ? മറക്കാൻ അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ശരി, ചേട്ട എല്ലാം മറന്ന് ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, അത്ര തന്നെ. ചേട്ടാ, എനിക്ക് അമൃതയെ കാണണോടാ. ഒരിക്കലെങ്കിലും എൻ്റെ അടുത്ത് കൂട്ടിയിട്ട് വാടാ. അമൃതയെ ഞാൻ കാണണമെന്ന് പറയടാ. ശരി ചേട്ടാ, എന്തെങ്കിലും ചെയ്ത് നമ്രതയെ ചേട്ടൻ്റെ കൂടെ ഫോണിലെങ്കിലും ഞാൻ സംസാരിപ്പിക്കാൻ ട്രൈ ചെയ്യാം. ചേട്ടാ ഇങ്ങനെ ദുഃഖിക്കല്ലേ. ഏട്ടത്തി, ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, ടേക്ക് കെയർ. വരട്ടെ. അനിയൻ അമൃതയെ വിളിച്ചോണ്ട് വരുമല്ലോ അല്ലേ?